എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ബെറ്റർ പാർട്ട് വിത്ത് ഡോണ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നാട്ടിലുള്ള എല്ലാവരും, അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലുള്ള എല്ലാവരും ഇന്ന് പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചൊക്കെ വന്ന് റെസ്റ്റൊക്കെ എടുത്തിരിക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മളുടെ ഈ ഒരു പ്രസംഗ വിഷയം അത് വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. സൺഡേ ക്രിസ്ത്യൻസ്. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ക്രിസ്ത്യാനികൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേമാണ്. ആ ടേം എങ്ങനെയാണ്, അല്ലെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാം. കാര്യം നമ്മുടെ ഇന്നത്തെ വിഷയം അതുമായിട്ട് റിലേറ്റഡ് ആണ്. സൺഡേ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് വളരെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ക്രിസ്ത്യൻസ്. എനിക്ക് തോന്നുന്നു സാത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ക്രിസ്ത്യൻസും സൺഡേ ക്രിസ്ത്യൻസ് ആണ്. കാര്യം നമ്മൾ ഞായറാഴ്ചകളിൽ മാത്രമാണ് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നത്. ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ പള്ളിയിൽ പോകുന്നു, ഒരു 2-2.5 മണിക്കൂറൊക്കെ മേ ബി ഇപ്പം യൂത്തുകാരാരെങ്കിലാണെങ്കിൽ ചിലപ്പോൾ യൂത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നു, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് ഞായറാഴ്ചകളിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു മൊത്തത്തിൽ ഒരു 2-3 മണിക്കൂറിൻ്റെ കാര്യം അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു, നമ്മളായി നമ്മളുടെ പാടായി. പിന്നെ മൺഡേ ടു സാറ്റർഡേ പിന്നെ നമ്മൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സൺഡേ പിന്നെയും നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിനായി സൺഡേ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് വളരെ കുറവുള്ള ആൾക്കാരെയാണ് ഞായറാഴ്ച ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ സൺഡേ ക്രിസ്ത്യൻസ് ആണ്. ഇപ്പം ഞാൻ അതിനകത്തൊന്ന് മാറാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷേ എന്നാലും പൊതുവെ സൺഡേ ക്രിസ്ത്യൻസ് ആണ് എല്ലാവരും. അപ്പം ഞാൻ ഈയിടയ്ക്ക് എവിടെയോ കേട്ടിരുന്ന ഒരു പ്രസംഗത്തിൽ കേട്ട ഒരു കാര്യമാണ്, സാത്താനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അറ്റൻഡൻസ് ഇൻ ചേർച്ച്, അതായത് എല്ലാ ആഴ്ചയും പോകുന്നു. ഒന്നിടവിട്ടൊക്കെ ചിലപ്പോൾ ഭയങ്കര മഴയാണ് ഇപ്പം നാട്ടിൽ, അപ്പോൾ ചിലപ്പം ഒരു ആഴ്ച പോയെന്ന് വരത്തില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കല്യാണം വരുന്നു, ഉടനെ നമ്മൾ കല്യാണത്തിന് പോകുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഒക്കെ നമ്മൾ സൺഡേസ് ആണ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുക. എന്നാലും നമ്മൾ പറ്റുന്ന ദിവസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അറ്റൻഡൻസ് ഇൻ ചർച്ച് സാത്താനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമേ അല്ല. സാത്താൻ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇൻഫാക്ട് മേ ബി ഈസ് ഓൾസോ ഹാപ്പി. കാര്യം പള്ളിയിൽ എല്ലാ ആഴ്ചയും പോയതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അച്ഛൻ്റെ പ്രസംഗം പള്ളിയിൽ ഇരുന്ന് ഇച്ചിരി നേരം കേട്ട് തിരിച്ചു വരുന്നത് കൊണ്ടോ ഒന്നും സാത്താന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. കാര്യം സാത്താൻ അറിയാം ഒരു മാക്സിമം സൺഡേയുടെ ഒരു ഈവനിങ് വരെ നമ്മളിതൊക്കെ ഓർത്തിരിക്കാനും ഇതൊക്കെ അറ്റ്ലീസ്റ്റ് കുറച്ചൊന്ന് പാലിക്കാനും ശ്രമിക്കുകയുള്ളൂ. മൺഡേ തൊട്ട് നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ ലോക ജീവിതത്തിലേക്ക് തിരിച്ചു പോരുമെന്നറിയാം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പല സമയങ്ങളിലും നമ്മൾ പ്രാർത്ഥനാ റിക്വസ്റ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ ഞായറാഴ്ചകളിൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് പ്രശ്നമുള്ളപ്പോൾ നമ്മൾ ഉടനെ ഇരുന്ന് ഇച്ചിരി നേരം പ്രാർത്ഥിക്കും. പല സമയങ്ങളിലും നമ്മൾ ആങ്സൈറ്റീനെ, അതായത് ഒരു കാര്യത്തെപ്പറ്റി അയ്യോ അത് എങ്ങനെയായിരിക്കും ദൈവമേ, അതങ്ങ് നടക്കുമോ, അങ്ങനെയൊക്കെ നമ്മൾ 1-2 ദൈവമേ അതിൻ്റെ ഇടയ്ക്ക് വിളിക്കുന്ന കാരണം പല സമയങ്ങളിലും ആങ്സൈറ്റീനെ നമ്മൾ പ്രെയർ ആയിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമെങ്കിലും ഇതിന് നമ്മൾക്ക് ദൈവത്തിൻ്റെ ഒരു കൃപ നമ്മളുടെ കൂടെ ഇല്ല എന്ന് ചില സമയങ്ങളിൽ നമുക്ക് തോന്നുന്ന ഒരവസ്ഥ ഈസ് ബിക്കോസ് ഓഫ് ദിസ്. കാര്യം സാത്താനെ സംബന്ധിച്ചിടത്തോളം ഈ വക കാര്യങ്ങളൊന്നും ബാധകമല്ല. നമ്മൾ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ഒരു പ്രശ്നം. അതായത് നമ്മൾ ഒരു പ്രസംഗം കേൾക്കുന്നു, 1-2 ദിവസമൊക്കെ നമ്മൾ അതുമായിട്ടൊക്കെ ജീവിക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ബലഹീനരാണ് എന്ന് കരുതി ഉടനെ ഓൾ ഓഫ് എ സഡൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് പിന്നെ മാറും എന്നൊന്നുമല്ല. എന്നാലും നമ്മൾ നമ്മളുടെ ഒരു കോളിങ്ങുമായിട്ട് അലൈൻ ചെയ്ത് ജീവിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ചേഞ്ചസ് കാണാൻ തുടങ്ങുന്ന ഒരു അവസ്ഥ. അതായത് നമ്മൾ ഓരോ ദിവസവും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ഇത്ര സമയം പ്രാർത്ഥിക്കാനായിട്ട് മാറ്റിവെക്കുന്നു, ബൈബിൾ വായിക്കാനായിട്ട് മാറ്റിവെക്കുന്നു. പിന്നെ നമ്മൾക്ക് എല്ലാവരും നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പാപം ചെയ്തു നമുക്ക് ബോധം വരുമ്പോൾ ഉടനെ നമ്മൾ അതിനെപ്പറ്റി റിപ്പൻറ്റ് ചെയ്ത് ഫൊർഗിവ്നെസ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെ. അതുപോലെ തന്നെ നമ്മൾക്ക് ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്വെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, പല രീതിയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അക്കോർഡിംഗ് ടു ക്രിസ്ത്യാനിറ്റി നമുക്കറിയാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ട് ഇങ്ങനെ നമ്മൾ ഒരു ചേഞ്ച് വരുത്താനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പിശാചിനൊരു പ്രശ്നമൊക്കെ വരിക, ഒരു സാത്താൻ ചെറിയ പേടിയൊക്കെ വെച്ച് തുടങ്ങുക, നമ്മളിനി ശരിക്കും മാറുമോ എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരാതെ, നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതവുമായിട്ട് അലൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം വരാതെ നമ്മൾ പ്രസംഗം കേട്ടതുകൊണ്ടോ, ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇത് പ്രസംഗിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ പള്ളിയിൽ പോയി കുർബാന ഹാസ് ഇറ്റ്സ് പവർ, ഐ എം നോട്ട് സെയിങ് ദാറ്റ്. പക്ഷെ എന്നാലും നമ്മളുടെ ജീവിതം മാറാതെ പരിശുദ്ധാത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ നിഷ്കളങ്കരാണോ എന്നാണ്. എൻ്റെ ഒരു വളരെ ഹംബിൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇത്രയും നാൾ അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള എൻ്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത്
മനുഷ്യരുടെ മുൻപിലെ നിഷ്കളങ്കരനെ പറ്റി ഞാൻ പറഞ്ഞു, പക്ഷെ ദൈവത്തിന്റെ മുൻപിൽ നിഷ്കളങ്കരാകുക എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു മാറ്റങ്ങളുടെയൊക്കെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാവുന്നത്. ബാക്കിയുള്ള പിന്നെ നമ്മൾ സ്പിരിച്വലായിട്ട് മെച്ചോർ ആവുന്നതൊക്കെ പിന്നെ വഴിയെ വരുന്ന കാര്യങ്ങളാണ്. സ്വഭാവത്തിലുള്ള ഒരു മാറ്റം എനിക്ക് തോന്നുന്നു ആദ്യത്തെ മാറ്റം നമുക്ക് വരുത്താൻ പറ്റാവുന്നത് നമുക്ക് ദൈവത്തിന് മുൻപിൽ നിഷ്കളങ്കരാകാം എന്നുള്ളതാണ്. കാര്യം നിഷ്കളങ്കതയെ പറ്റി, നിർമ്മലത എന്നൊക്കെയാണ് ബൈബിളിൽ ഈ വാക്കുകളെ പറ്റിയൊക്കെ പറയുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിൽ ബ്ലെയിംലെസ് എന്നാണ് പറയുന്നത്. അതായത് ദൈവത്തിന് മുന്നിൽ നമ്മളെ ബ്ലെയിംലെസ് ആയിട്ട് എന്ന് കരുതി പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഹൃദയത്തിന് കുറച്ചും കൂടിയൊക്കെ ഒരു നിഷ്കളങ്കതയും നിർമ്മലതയും ഒക്കെ വരുന്നതാണ് ആദ്യത്തെ ഒരു ചേഞ്ച് എന്നാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അതിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ മുൻപിലെ നിഷ്കളങ്കതയും മനുഷ്യരുടെ മുൻപിലെ നിഷ്കളങ്കതയും രണ്ടും രണ്ടാണ്. മനുഷ്യര് നിഷ്കളങ്കത എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുക? കൂടുതലും ആൾക്കാർ അതിനെ നൈവ് എന്ന് പറയുന്ന ഒരു വാക്ക്, അതായത് മനുഷ്യരുടെ മുൻപിൽ ചിലപ്പം ഫൂളിഷ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് നമ്മൾ പൊട്ടി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അവനൊരു മണ്ടന എന്നൊക്കെ, അല്ല അവനൊന്നും അറിയത്തില്ല, ഇതൊക്കെയാണ് മനുഷ്യരുടെ മുൻപിൽ നിഷ്കളങ്കത എന്ന് പറയുന്നത്. അങ്ങനെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, മനുഷ്യർ റെസ്പെക്ട് ചെയ്യുന്നതും പിന്നെ കൺസിഡർ ചെയ്യുന്നതും ഒക്കെ വളരെ ക്ലെവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ ഇതുപോലെ മണ്ടന്മാരായി മാറ്റപ്പെടുന്നവരൊക്കെ അപ്പൊ നിഷ്കളങ്കതയ്ക്ക് അധികം വലിയൊരു വാല്യൂ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ലോകത്തിലുണ്ടത്. ഇനിയിപ്പോൾ നിഷ്കളങ്കരാണെങ്കിൽ തന്നെ അവരെ കൂടുതലും ഒരു പ്രാഗ്മാറ്റിക് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എന്നുള്ള പേരിൽ കുറച്ചും കൂടെ ഒക്കെ നമ്മളും കുറച്ചും കൂടെ ഒക്കെ ക്രൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ണിങ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് മാറിപ്പോവാനും സാഹചര്യങ്ങൾ കാരണം പല സമയങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ ദൈവത്തിന് മുന്നിലത്തെ നിഷ്കളങ്കത എന്ന് പറയുന്നത് എന്താണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നിഷ്കളങ്കതയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പാപവും ചെയ്യാതെ ഭയങ്കര നന്നായി ജീവിക്കുന്ന അതിനെ അല്ല ബ്ലെയിംലെസ് എന്ന് കർത്താവിന്റെ മുന്നിൽ വിളിക്കുന്നത്. ബ്ലെയിംലെസ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് വുഡ് ബി നമുക്ക് റിപ്പൻറ്റൻസിന്റെ ഒരു മനസ്ഥിതി ഉണ്ടാവുക. അതായത് നമുക്ക് ആദ്യത്തെ കാര്യം നമുക്ക് അതിനൊരു ബോധം വേണം. നമ്മളൊരു കാര്യം ചെയ്തത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഗോഡ് ലിവ്സ് ഇൻ മീ എന്നുള്ള ഒരു ഐഡിയ, ദൈവം നമ്മളിൽ ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ വരുമ്പോൾ നമ്മൾ ചെയ്ത ചില കാര്യങ്ങളൊന്നും വി കനോട്ട് കണ്ടിന്യൂ ടു ഡു ദാറ്റ് ബിക്കോസ് വി ആർ പുതിയ സൃഷ്ടിയാകുക എന്ന് പറയത്തില്ല. അപ്പം അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയാകുമ്പോൾ ചില കാര്യങ്ങളൊന്നും നമ്മളുടെ ക്രിസ്ത്യൻ ലൈഫിന്റെ കോളിങ്ങിനനുസരിച്ചുള്ളതല്ല. പക്ഷെ പലപ്പോഴെങ്കിലും നമ്മൾ മനുഷ്യരായതുകൊണ്ടും നമ്മളുടെ ശരീരം വീക്ക് ആയതുകൊണ്ട് സ്പിരിറ്റും ദർ ഇസ് ഓൾവേസ് ദിസ് വാർ ഗോയിങ് ഓൺ ബിറ്റ്വീൻ ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ്. അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഫ്ലഷിന്റെ ടെംപ്റ്റേഷൻസ് നമുക്ക് പിന്നെ ഓവർകം ചെയ്യാണ്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പല സമയങ്ങളിലേക്കും സിന്നിലേക്ക് പോകുമെങ്കിലും അത് പെട്ടെന്ന് അതിനെപ്പറ്റിയുള്ള ഒരു ബോധമുണ്ടായി തിരിച്ചു വന്ന് ഫൊർഗിവ്നെസ് അല്ലെങ്കിൽ അതിന് റിപ്പൻറ്റൻസ് ചെയ്ത് പിന്നെ ഒരിക്കലും അതിനെ ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ശ്രമം ചെയ്യുമ്പോഴൊക്കെയാണ് അങ്ങനെ ഒരു മനസ്സിനൊരു എന്താ പറയുക കുറച്ചും കൂടെ ഒക്കെ ഒരു നിർമ്മലത കൈവരിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്. ഒരു ഹ്യൂമിലിറ്റി ഇൻ മൈൻഡ്, അതാണ് നിഷ്കളങ്കത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ 2 സാമുവേൽ 22, 24, 25 വാക്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചാപ്റ്ററാണ്. 2 സാമുവേൽ ചാപ്റ്റർ 22. അത് വായിച്ചിട്ടുള്ളവർക്കറിയാം. അത് ദാവീദ് സൗളിൻ്റെയും ബാക്കി ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ വിജയം കൈവരിച്ച് വന്നിട്ടുള്ള ദൈവത്തോട് ഒരു സങ്കീർത്തനം പോലെ തോന്നും ശരിക്കും പറഞ്ഞ സാമുവേൽ ചാപ്റ്റർ 22. അപ്പോൾ സമയം കിട്ടുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് 24 and 25 പറയുന്നത്, ഞാൻ അവൻ്റെ മുൻപാകെ നിഷ്കളങ്കനായിരുന്നു, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം അവൻ്റെ കാഴ്ചയിൽ എൻ്റെ നിർമ്മലതയ്ക്കൊത്തവണ്ണം എനിക്ക് പകരം നൽകി. ഇവിടെ ദാവീദിന്റെ ഒരു ജീവിതം അറിയാവുന്നവർക്ക് അറിയാമായിരിക്കാം. ദാവീദ് നമുക്കറിയാം, ദാവീദിന്റെ ചിലപ്പോൾ ആദ്യം നമ്മൾക്ക് അറിയാവുന്നത് ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ആ ഒരു പിന്നെ എന്താണ് സ്ലിംഗ് ഷോട്ട്, അതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും അറിയുന്നത്. പക്ഷെ അതിനുശേഷം രാജാവാകുന്നു. എന്നാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫോ സിൻലെസ് ആയിട്ടുള്ള ഒരു ലൈഫോ ബ്ലെയിംലെസ് ആയിട്ടുള്ള ഒരു ലൈഫോ അല്ല ദാവീദിനുണ്ടായിരുന്നത്. ദാവീദ് ബേത്ത്ശെബ എന്ന് പറയുന്ന ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു വുമന് വേണ്ടിയിട്ട് പുള്ളിക്കാരുടെ ഹസ്ബൻഡിനെ കൊല്ലുക, ഇങ്ങനെ ഒരുമാതിരി 10 കമാൻഡ്മെന്റ്സിലുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ സിൻ ചെയ്ത ഒരാളാണ് ദാവീദ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ സങ്കീർത്തനങ്ങൾ പകുതി മുക്കാൽ എഴുതിയിരിക്കുന്നതും ദാവീദാണ്. സോ ദാവീദാണ് ഇത് പറയുന്നത്, ഞാൻ അവന്റെ മുൻപാകെ നിഷ്കളങ്കനായിരുന്നു. ദാവീദ് അത് പറയാൻ കാര്യം, ദാവീദ് ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആ ഒരു നിഷ്കളങ്കതയും ലോകം കാണുന്ന ഒരു നിഷ്കളങ്കതയും കൂടെ മാച്ച് ആകുമെന്ന്. പക്ഷെ അങ്ങനെ നോക്കുവാണെങ്കിൽ പല സമയത്തും പിശാചിന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്, നമ്മളൊരു തെറ്റ് ചെയ്തു, ഓക്കെ, നമുക്കതിനൊരു ബോധം വന്നു, പക്ഷെ നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് ആ ഒരു ചിന്ത വരികയാണ്, ഐ സിൻഡ് എന്നെ, ഇതോടെ ദൈവമായിട്ട് ഞാനുമായിട്ടുള്ള ബന്ധം തീർന്നു, ദൈവത്തിന് ഇനി ഇഷ്ടമല്ലായിരിക്കും എന്നെ. അപ്പം നമ്മൾ പിന്നെ പ്രാർത്ഥിക്കാതെയും പള്ളി പോകാതെയൊക്കെ കുറച്ച് നാൾ
നാളൊക്കെ ഇരുന്ന് അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മളുടെ മനസ്സിലുള്ളത്. കാര്യം ആ ഒരു റിപ്പൻറ്റ് ചെയ്യാതെ, അതായത് തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ദൈവത്തിന് മുൻപിൽ വന്ന് കൺഫസ് ചെയ്ത് പുതിയൊരു സൃഷ്ടിയാകാൻ അത് നമ്മളെ പിശാച് സമ്മതിക്കില്ല. അപ്പോൾ അതിനേക്കാളും ബെറ്റർ എന്താണ്, നമ്മളെ പള്ളി കൊണ്ടുവരുത്താതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ പള്ളി എന്ന് ഉദ്ദേശിക്കുന്ന ഐ എം നോട്ട് മീനിങ് ലൈക്ക് ദാറ്റ് പ്ലേസ് വന്നതുകൊണ്ട് ഗുണമില്ല. നമുക്ക് ആ ഒരു ചിന്തയും കൂടെ വേണം. നമുക്ക് ആ ഒരു റിപ്പൻറ്റൻസ് വരുത്താതെ ദൈവം നമ്മളോട് ഇനി നമുക്കിനി അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലാത്തൊരു സ്ഥിതിയിലായി എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുക ആണ് ശരിക്കും പറഞ്ഞാൽ പിശാച് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ദാവീദ് അങ്ങനെ ചെയ്യുന്നില്ല. ദാവീദിന്റെ നമ്മൾ സാമുവേലൊക്കെ വായിച്ചു വരുമ്പം എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടും ഹി റാൻ ബാക്ക് ടു ഗോഡ്. പെട്ടെന്ന് അതിന് ബോധ്യം വന്ന് തിരിച്ചു ദൈവത്തിലേക്ക് വന്ന് ബലഹീനതയെ പറ്റി ദൈവത്തോട് കൺഫസ് ചെയ്യുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്ത് നമ്മുടെ ബലഹീനതയിലാണല്ലോ അല്ലെങ്കിലും കർത്താവിൻ്റെ ഒരു ബലം തികഞ്ഞു വരുന്നത്. അത് മനസ്സിലാക്കി തിരിച്ചു വരാനുള്ളൊരു മനസ്സാണ് ദാവീദ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദിന് ഞാൻ അവൻ്റെ മുൻപാകെ നിഷ്കളങ്കനായിരുന്നു, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. വി ക്യാൻ ട്രൈ ടു ഡു ദാറ്റ്. അകൃത്യം ചെയ്യാതെ നമ്മളെ തന്നെ കാക്കാനായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ക്രിസ്ത്യൻ ലൈഫ് ഇസ് ഓൾ അബൌട്ട് ഫോളോയിങ് ബട്ട് ഗെറ്റിംഗ് അപ്പ് അഗൈൻ. ഇറ്റ് ഈസ് നെവർ ലൈക്ക് നമ്മൾക്ക് വീഴ്ചകളേ ഇല്ല, അല്ലെങ്കിൽ നമ്മൾക്ക് അപ്സ് ആൻഡ് ഡൗൺസേ ഇല്ല. ഇന്ന് ഞാൻ പള്ളിയിൽ കേട്ട ഒരു പ്രസംഗത്തിനകത്താണെങ്കിലും ദേ ടോക്ട് അബൌട്ട് സെയിൻറ്റ് പീറ്റർ ആണെങ്കിൽ തന്നെയും ഒരു ഭാഗത്ത് കർത്താവിൻ്റെ അടുത്ത് യു ആർ ദ ക്രൈസ്റ്റ്, യു ആർ ദ സൺ ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്ന ഒരാൾ കുറേ സമയത്തിന് ശേഷം ദൈവത്തെ അറിയില്ല എന്ന് പറയും. അപ്പം ക്രിസ്ത്യൻ ലൈഫ് ഇസ് ഓൾ അബൌട്ട് അപ്സ് ആൻഡ് ഡൗൺ. ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ജേർണി, ഞാൻ നന്നായിട്ടൊക്കെ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷെ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് തന്നെ ഞാൻ പാപത്തിലേക്ക് വീണ് പോകുന്നു എന്നൊക്കെ കരുതി ആരെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ക്രിസ്ത്യൻ life is all about that. Christian life is about falling, and falling will happen because it's earth to human. അതായത് മനുഷ്യർക്ക് ബലഹീനതയുണ്ട്, Christian life is about getting up again and repenting and going back to God and trying not to do that again. അപ്പം അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു, യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം. അപ്പം ലോകം കാണുന്ന നീതി ആയിരിക്കില്ല ദൈവം കാണുന്ന നീതി. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ദൈവത്തിന് മാത്രമേ നമ്മളുടെ മനസ്സറിയുള്ളൂ. പക്ഷെ ദൈവം നോക്കുമ്പോൾ നമ്മൾ നിഷ്കളങ്കരായി ഇരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഒരു ടോക്കിൻ്റെ എന്താണ് പറയുക, എൻ്റെ ഒരു മെയിൻ പാർട്ട് തന്നെ. യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം, അവൻ്റെ കാഴ്ചയിൽ എൻ്റെ നിർമ്മലതയ്ക്കൊത്തവണ്ണം. ദൈവത്തിൻ്റെ കാഴ്ചയിൽ നമ്മൾ നിർമ്മലരായി ഇരിക്കുക, അതാണ് ഇന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. ലോകത്തിന് മുൻപിലത്തെ നിഷ്കളങ്കതയല്ല. ലോകം ചിലപ്പോൾ നിഷ്കളങ്കതയെ തള്ളിക്കളഞ്ഞേക്കാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെയൊക്കെ ഒരു വേൾഡ് വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡാണ്. അതിനകത്ത് നമ്മൾ നിഷ്കളങ്കരായി ഇരിക്കുന്നതാണ് നമ്മളുടെ ഒരു പ്രശ്നമെന്നാണ് നമ്മളുടെ ഇന്നത്തെ സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം. പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചയ്ക്കകത്ത് നമ്മൾ നിർമ്മലരാണോ, അല്ലെങ്കിൽ ഇന്നു മുതൽ നമുക്ക് കുറച്ചും കൂടെയൊക്കെ മനസ്സിന് നിർമ്മലതയുള്ളവരായിട്ട്, അതായത് എന്താണ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ബേസിക് കമാൻഡ്മെന്റ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് കിട്ടിയ 2 പുതിയ കൽപ്പനകൾ. പഴയ നിയമത്തിലെ 10 കൽപ്പനകളെ മുഴുവനായിട്ട് സമറൈസ് ചെയ്ത 2 കൽപ്പനയാണല്ലോ നമുക്ക് യേശുക്രിസ്തു പുതിയ നിയമത്തിൽ തന്നിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും നമ്മൾ ആരാധിക്കുക. അപ്പം അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. സെക്കൻഡ് എന്ന് പറയുന്നത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, വിച്ച് ഇസ് അവർ റിലേഷൻഷിപ്പ് വിത്ത് മാൻ. ഈ 2 കാര്യങ്ങളിൽ നമ്മൾ നിർമ്മലതയുള്ളവരായി ഇരുന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ കാഴ്ചയിൽ നമ്മൾ നിർമ്മലതയുള്ളവരായിരിക്കും. അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അതാണ് ഞാൻ പറഞ്ഞത്. ഞായറാഴ്ച പള്ളിയിൽ പോയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു സൺഡേ ക്രിസ്ത്യനായിട്ട് മാത്രം ജീവിതം ഒതുങ്ങാതെ ഡെയിലി ലൈഫിൽ ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന ദിവസം ആ ഫസ്റ്റ് കമാൻഡ്മെന്റ് നമ്മൾ അതിനോട് വർക്ക് ചെയ്യുവാണെന്ന് മനസ്സിലാക്കാം. സെക്കൻഡ് കമാൻഡ്മെന്റ് ഇസ് ആ റിലേഷൻഷിപ്പ് വിത്ത് മാൻ. കുറച്ചും കൂടെയൊക്കെ നിർമ്മലതയുള്ളവരായി, കുറച്ചുകൂടെയൊക്കെ കരുണയുള്ളവരായി, ദയുള്ളവരായി, എന്താണ് ദേഷ്യപ്പെടേണ്ട സിറ്റുവേഷനുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഹെയ്റ്റ്രെഡ് റിവെഞ്ച് കാണിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവാം. ഇങ്ങനെ പല സിറ്റുവേഷൻ നമുക്ക് ലൈഫിൽ വരാം. അനോയിഡ് ആയിട്ടുള്ള, ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിലൊക്കെ ദൈവം നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പരിഹാരം ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ പ്രതികാര ഹോവയ്ക്കുള്ളതെന്ന് പറയുന്ന പോലെ അത് ദൈവത്തിന്റെ കാര്യം ചെയ്തോട്ടെ. നമ്മൾ കുറച്ചും കൂടെ നിർമ്മലതയുള്ളവരായിട്ട് ജീവിതത്തെ കാണാനും പ്രശ്നങ്ങളെ കാണാനും അനുദിന ജീവിതത്തെ കാണാനും ഒക്കെ ശ്രമിക്കുമ്പോൾ തന്നെ ജീവിതത്തിന് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മൾ നമ്മളുടെ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആസ് വെൽ ആസ് അവർ റിലേഷൻഷിപ്പ് വിത്ത് മാൻ വുഡ് ഇംപ്രൂവ്. അപ്പോഴായിരിക്കും പിശാചിന് ചിലപ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നമൊക്കെ തുടങ്ങുക. കാര്യം സ്റ്റാർട്ടിങ് ടു ചേഞ്ച്, ഒരു ട്രാൻസ്ഫർമേഷൻ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നു.
അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ സൃഷ്ടിയായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ജസ്റ്റ് ഒരു സൺഡേ ക്രിസ്ത്യൻ ആയിട്ട് പള്ളിയിൽ പോയി കുർബാന കൊണ്ട് തിരിച്ചു വരാതെ കുറച്ചും കൂടെ ഒക്കെ നമുക്കൊരു റിപ്പൻറ്റൻസിൻ്റെ ഒരു ഫേസിലൂടെ കടന്നു പോകാൻ, അതായത് നമുക്ക് തന്നെ കുറച്ചൊന്ന് റിഫ്ലക്റ്റ്, പാപം ചെയ്യില്ല എന്നല്ല പറയുന്നത്, നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഒരു റിഫ്ലക്റ്റീവ് ഒരു മെൻറ്റാലിറ്റി കൊണ്ടുവരാനായിട്ട്, നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ, റെസ്പോണ്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു സെക്കൻഡ് പെട്ടെന്നൊന്ന് ഇത് ദൈവമായിട്ട് അലൈൻ ചെയ്തിട്ടാണ്, ഇതെൻ്റെ കോളിങ്ങുമായി അലൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണോ ഞാൻ ചെയ്യുന്നതെന്ന് ഒരു സെക്കൻഡ് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പാപങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കും. അപ്പം ഞായറാഴ്ച പോകുമ്പോൾ നമുക്ക് ചെയ്തു പോയ പാവങ്ങളെ കുറിച്ച് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് മൈൻഡ്ഫുൾ ആയിട്ട് റിഫ്ലക്റ്റീവ് ആയിട്ടും റിപ്പൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മളുടെ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് വിൽ ഓൾസോ ഇംപ്രൂവ് ആൻഡ് ഇറ്റ് വിൽ ബി ഇറ്റ്സ് മോർ ഓഫ് ഒരു എൻറിച്ചിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ആകും. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് വി വിൽ ബി സ്റ്റാർട്ടിങ് എ വാർ വിത്ത് സേറ്റൻ അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പം അടുത്ത ഞായറാഴ്ചയൊക്കെ ദൈവം നമ്മളെ എല്ലാവരെയും അതുവരെ കാത്ത് സൂക്ഷിക്കട്ടെ. നമ്മളുടെ ജീവിതങ്ങളെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് നിർമ്മലത ആക്കുവാനായിട്ട്, കുറച്ചുകൂടെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഈ ഒരാഴ്ചക്കാലം ദൈവം നമ്മളെ എല്ലാവരെയും അനുവദിക്കട്ടെ, സഹായിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.